വയനാട്ടിൽ നരേന്ദ്രമോദി ഡിസാസ്റ്റർ ടൂറിസ്റ്റ് ആയിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. തകർന്ന വയനാടിനെ മലയാളിയുടെ കണ്ണീരിനെ കണ്ട് ആസ്വദിക്കുന്ന മാനസികാവസ്ഥയായിരുന്നു മോദിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ചുരൽമല ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ നടന്ന LDF ഉപരോധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വരാജ്. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. LDF രാജ്ഭവൻ മാർച്ചിനോടനുബന്ധിച്ച് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിൽ സംസാരിക്കുകയായിരുന്നു M. സ്വരാജ്. മോദി വയനാട്ടിലെത്തിയപ്പോൾ മനുഷ്യനായോ എന്ന് എല്ലാവരും ചിന്തിച്ചുപോയി. പക്ഷേ RSSന് ഒരിക്കലും മനുഷ്യനാകാൻ കഴിയില്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞു. ഒരു ചില്ലിക്കാശിന്റെ സഹായം വയനാടിന് കിട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് വന്നു, സാമാന്യേന സമയം ചെലവഴിച്ചു. ദുരന്തത്തിന്റെ ആഴം നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ലാളിക്കുന്നതിന്റെ ചിത്രം ദേശീയ മാധ്യമങ്ങളിൽ വന്നു. ഒരു വേള മലയാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചു, മോദിയും ഒരു മനുഷ്യനായി മാറിയോ? മോദിയെയും ഒരു മനുഷ്യനാക്കി മാറ്റാൻ വയനാട്ടിലെ ദുരന്തത്തിന് സാധിച്ചു എന്ന് ചിലരൊക്കെ പറഞ്ഞു. പക്ഷെ അത് വെറുമൊരു തോന്നലായിരുന്നുവെന്നും RSS എന്നും RSS തന്നെയാണെന്നും ഒരു ദുരന്തത്തിനും ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു അപകടത്തിനും ദയനീയമായ ഒരു സംഭവത്തിനും RSSനെ മനുഷ്യനാക്കാനാവില്ല എന്നും ഇപ്പോൾ ആളുകൾ ശരിയായി തിരിച്ചറിയുന്നു. ഒരു സഹായവും നൽകാത്ത കേന്ദ്രത്തോടൊപ്പം കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് പ്രിയങ്ക ഗാന്ധി. സ്ഥിരബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യില്ലെന്നും സ്വരാജ് പറഞ്ഞു. രാഷ്ട്രീയ വൈരാഗ്യത്തോടെ അർഹമായ സഹായം പോലും കേന്ദ്രം നൽകുന്നില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായം പോലും വയനാടിന് നൽകാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിലെ വയനാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും എന്ന് അദ്ദേഹം നമ്മോട് അവിടെ വെച്ച് പ്രഖ്യാപിച്ചുവെങ്കിലും വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കുട്ടികളെ ഹൃദയത്തോട് അദ്ദേഹം ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞുവെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചുപോയ പ്രധാനമന്ത്രിയിൽ നിന്ന് നീതിപൂർവമായ ഒരു സമീപനവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിഹിതം കേന്ദ്രം കേരളത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ 10 മടങ്ങ് ലാഭത്തോടുകൂടി അത് തിരിച്ചു കൊണ്ടുപോയ ചരിത്രമാണ് ഉള്ളത് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷയില്ല എന്ന തോന്നലുണ്ടാക്കുകയാണ്. LDF കൺവീനർ CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉപരോധത്തിൽ പങ്കെടുത്തു. വിഷയത്തിൽ കേന്ദ്ര അവഗണന തുടർന്നാൽ ഡൽഹിയിലടക്കം സമരങ്ങൾ തീരുമാനിച്ചാണ് ഉപരോധ സമരം അവസാനിച്ചത്. കൈരളി ന്യൂസ്, വയനാട്.